ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഈ ഒരു വാഴൻ്റെ ഇല വെട്ടിയത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇന്നെന്താ ഫുഡ് എന്നൊക്കെ ഏകദേശമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ എൻ്റെ ലൈഫിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വ്ളോഗിലൂടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ സദ്യയാണ് കേട്ടോ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത്. എപ്പോഴും നമ്മൾ നോൺ വെജ് കാര്യങ്ങളൊക്കെ ആണല്ലോ കഴിക്കാറ്. അപ്പോൾ ഇന്ന് എന്തായാലും സദ്യ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ എനിക്കറിയാവുന്നത് പോലെ കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സദ്യ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മണവാട്ടിനോട് ചോദിച്ചപ്പോൾ അവളും പറഞ്ഞിരുന്നു കേട്ടോ, അവൾക്ക് സദ്യയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റേ നോൺ വെജ് ഐറ്റംസൊക്കെ എന്നാണ് അവൾ പറഞ്ഞത്. പിന്നെ ഞാൻ കൂടുതൽ ഹാപ്പിയായി. പിന്നെ എന്നെപ്പോലാണോ നിങ്ങൾ? എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത് സെർവ് ചെയ്യാനായിട്ട്. അതും നല്ല വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലാണോ നിങ്ങളും? അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എനിക്ക് വന്നിട്ട് സദ്യൻ്റെ എല്ലാ ഐറ്റംസൊന്നും ഉണ്ടാക്കാൻ അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് അറിയുന്ന പോലെ, അതായത് എനിക്കറിയുന്ന പോലെയുള്ള എനിക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ഇച്ചിരി ഐറ്റംസൊക്കെ വെച്ചെങ്ങാണ്ടാണ് ഞാൻ സദ്യ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ കാളന്, പിന്നെ 2 ഐറ്റം തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ ബീട്രൂട്ട് പച്ചടി, പിന്നെ ഇച്ചിരി ചമ്മന്തി, പിന്നെ നോൺ വെജ് ഐറ്റം ഉണ്ട് കേട്ടോ, അതായത് ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ഉണ്ടായിരുന്നു. പിന്നെ പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു സദ്യയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എപ്പോഴും മീൻ കറിയും പിന്നെ നമ്മൾ ചിക്കന്, ബീഫ് അങ്ങനെയൊക്കെ ആയിട്ട് കഴിച്ചിട്ട് എന്തോ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ചിക്കൻ പൊരിക്കാൻ കാരണം വീട്ടിലെ ബാപ്പാക്കും പിന്നെ എൻ്റെ ഇക്കാക്കൊക്കെ എന്തെങ്കിലും പൊരിച്ചതൊക്കെ ഭയങ്കര ലൈക്കാണ്. അപ്പോൾ അതൊന്നും ഇല്ലാഞ്ഞാൽ എന്തോ ഒരു മാതിരിയായിരിക്കും. അപ്പോൾ ചിക്കൻ മാത്രം ഒന്ന് ജസ്റ്റ് പൊരിച്ചെടുക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ ഇസുവിൻ്റെ കുഞ്ഞില കണ്ടിരിക്കുന്ന എല്ലാവരും അടിപൊളിയാണെന്നല്ലേ. പിന്നെ ഞാൻ പറഞ്ഞേക്കില്ലേ, എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന വേറൊരു കാര്യം ഇതാണ്, സെർവ് ചെയ്യുക എന്നുള്ളത്. എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി കൊടുക്കുക, അത് അവർ കഴിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷവും അവരുടെ വയറ് നിറയുമ്പോഴുള്ള ഒരു ഇതും ഒക്കെ കാണാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എന്നെപ്പോലെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാം വിളമ്പി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അറിയാലോ, സദ്യ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു 100 കൂട്ടം പണിയായിരിക്കും. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല, തിരക്കിട്ടുണ്ടാക്കിയായിരുന്നു. കാരണം എല്ലാവർക്കും ആ ഒരു ടൈം ആകുമ്പോഴേക്കും കഴിക്കാനായിട്ട് കിട്ടണ്ടേ. പിന്നെ വിശന്നിരിക്കുമ്പോൾ എന്തോ മാതിരിയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതായിരുന്നു, വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിക്കുന്നത് എന്തായാലും എടുക്കാമെന്ന്, അങ്ങനെ കഴിക്കുന്നത് എടുക്കാൻ നിൽക്കുന്നത് കേട്ടോ. പിന്നെ കഴിക്കാനായിട്ട് ബാപ്പായും പിന്നെ എൻ്റെ ഇക്കാക്ക് ഇല്ല കേട്ടോ. കാരണം ബാപ്പാക്ക് പണി ഉണ്ടായിരുന്നു, പിന്നെ അവനക്കും ചെറിയൊരു പണി കിട്ടി. അപ്പോൾ അവന് ലേറ്റ് ആവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് ഇപ്പോൾ കഴിക്കുന്നത്. ആ ഒറ്റൊരു സങ്കടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം എല്ലാവരും കൂടി കഴിക്കണം എന്ന് ആഗ്രഹിച്ച് ഞാൻ 2 ആൾ മിസ്സിങ് ആണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, എല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ പെണ്ണിനാണെങ്കിൽ ഭയങ്കര നാണം കേട്ടോ. ഓളെ അസില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അപ്പോൾ ഭയങ്കര നാണം. വീഡിയോസ് എടുക്കുമ്പോൾ ഇങ്ങനെ പൊത്തി വെക്കാണ്. മുടിയൊന്നും കെട്ടാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നാണല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സദ്യ. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഇസുവിൻ്റെ ഇല എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അവൾക്കായിട്ട് കൊച്ചു ഇല ഉണ്ടായിരുന്നു, അതിൽ സദ്യയായിട്ട് ഇച്ചിരി ചോറ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ.